ഇന്ന് ചിക്കൻ്റെ കുറച്ച് കാലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു അതവിടെ സൈഡിലേക്ക് മാറ്റിക്കളി, ഞാനൊരു ഐറ്റം ഇന്ന് രാത്രിക്ക് തട്ടിക്കൂട്ടി തരാം കേട്ടോ. ഒരു തട്ടിക്കൂട്ട് അൽഫാമാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തൈരെടുത്തു, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പിന്നെ സാധാ മുളക് പൊടി എരിവിനനുസരിച്ച് നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചേർക്കേണ്ടത്. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, പിന്നെ ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ്. ഞാൻ മന്തിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ മല്ലി, കുരുമുളക്, ജീരകം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടി ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ളൊരു മസാലയാണ്. അതൊരു സ്പൂണിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചൊരു പരുവാക്കി എടുക്കുക. എന്നിട്ട് ഓരോ കാലുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ മറന്നു പോയതാണ്, ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ചിക്കൻ്റെ കാലുകൾ നന്നായിട്ട് വരയാൻ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ എല്ലിനോട് ചേർന്നിട്ട് ഇത് നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി കുഴച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, താഴെ വെക്കുക. കുറഞ്ഞതൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക. എത്ര കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനൊരു 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ 3 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം സ്ലോ കുക്ക് ചെയ്തെടുത്തു 2 സൈഡും. അപ്പോൾ തന്നെ നമ്മളായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ പൊരിച്ച് കഴിഞ്ഞ ശേഷം സ്മോക്ക് ആഡ് ചെയ്യേണ്ടവർക്ക് സ്മോക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിത് ആഡ് ചെയ്തിട്ടില്ല, നമ്മളെ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാഞ്ഞത്. ഇനി പിന്നെ ഒരു തട്ടിക്കൂട്ട് സാലഡ് ഉണ്ടായിരുന്നു, പച്ചമാങ്ങ സാലഡ്. ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടണ്ട് കേട്ടോ. പിന്നെ മയണൈസും ഉണ്ടായിരുന്നു. ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്തൂരി റൊട്ടിയാണ്, അത് പുറത്തുനിന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു പീസ് റൊട്ടിയും ചിക്കൻ്റെ പീസും സാലഡും മയണൈസൊക്കെ കൂട്ടി കഴിച്ചോക്കി. പാളി പോയിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ